മന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി കെ. സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കെ.സി. വേണുഗോപാലിന്റെ സംഘാടക മികവ് എന്നാണ് കെ. സുധാകരൻ പറയുന്നത്. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. കെ.സിയുടെ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് കെ. സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്ന് നേതാക്കളിൽ പലരും പരസ്യമായി പറയുമ്പോൾ ആ ചർച്ചകൾ സജീവമാക്കി വീണ്ടും അതിനനുകൂലമായി ആ ചർച്ചകളെ വീണ്ടും ബലം പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ. സുധാകരനെ പോലെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്താണ് ഇതിന്റെ അലയൊലികൾ? ദിലിന, അത് തന്നെയാണ്. കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും വെട്ടിലാക്കിക്കൊണ്ടാണ് കെ. സുധാകരന്റെ ഈ പരസ്യ പ്രതികരണം ഈ FB പോസ്റ്റിലൂടെ അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് PJ കുര്യനാണ് ആദ്യം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം വെച്ചത്. പിന്നീട് അത് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് അവസാനിച്ച ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ ആദ്യം എറണാകുളം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ്, അതിന് തൊട്ട് പിന്നാലെ ഹൈബീഡൻ, അങ്ങനെ പലരും ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ദേശീയ നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ എന്ന തരത്തിൽ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കെ. സുധാകരൻ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിൽ നിന്നും തന്നെ വീണ്ടും ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം ഉണ്ടാകുകയും ചെയ്തതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ശക്തി പകരുന്നത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ നേതൃപാഠം അത് കേരളത്തിനാണ് ആവശ്യം. അത് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വ്യക്തമായതെന്നാണ് കെ. സുധാകരൻ പറയുന്നത്. പ്രത്യേകിച്ച് ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഊർജ്ജം പകരുന്നതിനും ഓരോ പ്രവർത്തകരെ ഉണർത്തുന്നതിനും അതിന് ചുക്കാൻ പിടിച്ചത് കെ.സി. വേണുഗോപാലാണ്. അങ്ങനെ നേതൃപാഠമുള്ള ഒരാളെ കേരളത്തിന് ആവശ്യമെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും വയലാർ രവിക്കും ശേഷം ഒരു ജനകീയ നേതാവ് എന്നുള്ളത് അത് കെ.സി. വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കേരളത്തിന് ആവശ്യം എന്നുള്ളതാണ് ഈ ഒരു FB പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇത് വീണ്ടും കോൺഗ്രസിന് ഒരു ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദ്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം, അതുപോലെ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി പദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല നേതാക്കന്മാരും പരസ്യ പ്രസ്താവനകൾക്ക് തയ്യാറായതാണ്. പക്ഷേ അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ UDF വിജയിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല മുതിർന്ന നേതാക്കളും ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഈ വിഷയം വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മറ്റുള്ള മുതിർന്ന നേതാക്കൾ എന്താണ് പ്രതികരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദില്ല, ജിബിൻ, കോൺഗ്രസ് ആണ് പാർട്ടി, കെ. സുധാകരനാണ് നേതാവ്. ഇങ്ങനെയൊക്കെ പറയാനും പിന്നീട് തിരുത്താനും എല്ലാം ആ പാർട്ടിയിലും കെ. സുധാകരനെ പോലെ നേതാവിനും എല്ലാം അവിടെ അവസരമുണ്ട്. അപ്പോൾ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൃത്യമായ സീറ്റുകൾ ലഭിക്കും, 100-ലധികം സീറ്റുകൾ ലഭിക്കും, അധികാരത്തിൽ വരും എന്ന് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കണ്ടത് ഇദ്ദേഹത്തിന്റെ സംഘാടന മികവാണ്, കെ.സി. വേണുഗോപാലിന്റെ സംഘാടന മികവാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കെ.സി. വേണുഗോപാലിന് കൊടുക്കാനുള്ള ശ്രമം കൂടി കെ. സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതന്നെയല്ല, കാരണം നമ്മൾ കണ്ടതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ഈ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ അകത്തുണ്ടായിരുന്നു. പിന്നീടാണ് അത് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കുകയും ഒരു മികച്ച നിരയെ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കുകയും ചെയ്തത്. പക്ഷേ ഇതെല്ലാം തന്നെ കെ.സി. വേണുഗോപാൽ എന്ന ഒരാളുടെ മാത്രം ക്രെഡിറ്റ് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ളതാണ് കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, കെ. സുധാകരൻ പാർട്ടിയുമായി ഈ ഇടക്കാലത്ത് ഒന്ന് അകതുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരു വിമർശനമൊക്കെ ഉന്നയിച്ചത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം കെ. സുധാകരൻ ആഗ്രഹിച്ചത് കണ്ണൂർ സീറ്റാണ്, പക്ഷേ അത് പാർട്ടി നൽകിയിരുന്നില്ല. ഇതിന് കാരണമായി പറയപ്പെടുന്നത് VD സതീശനും സണ്ണി ജോസഫും എടുത്ത നിലപാടെന്നാണ് കെ. സുധാകര പക്ഷം അന്നത്തെ മുതൽ തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് കെ. സുധാകര പക്ഷം പരസ്യമായി പ്രതിഷേധമൊക്കെ അറിയിക്കുന്നതും കണ്ടതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാരണം ഈ കെ.സി. വേണുഗോപാലാണ് സുധാകരന് വേണ്ടി നിലകൊണ്ടത് എന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ തന്നെ അന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് പിന്തുണയുമായി കെ. സുധാകരൻ വീണ്ടും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചകളായി തന്നെ കെ. സുധാകരന്റെ ഭാഗത്ത് നിന്ന് കെ. സുധാകരൻ ഇതിനു മുമ്പ് കെ.സി. വേണുഗോപാലെ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരുന്നു. അതുപോലെ കെ. സുധാകരന്റെ അനുയായികൾ, ഇപ്പോഴും കെ. സുധാകരനോടൊപ്പമുള്ള സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ ഈ ഒരു ചിത്രം, അതായത് കെ. സുധാകരനും കെ.സി. വേണുഗോപാലും ഒന്നിച്ചുകൊണ്ടുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികാരം കിട്ടുമോ ഇല്ലയോ എന്നതിനപ്പുറത്തോട്ട് ആരായിരിക്കും നേതൃത്വത്തിൽ എന്ന രീതിയിലുള്ള ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ആ ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ് കെ. സുധാകരന്റെ പ്രസ്താവന. നേരത്തെ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ. സുധാകരൻ
പങ്കുവച്ചിരുന്നു. അതുപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് ഇത് വഴിവെക്കും എന്നതിന് സംശയമില്ല. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.